ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റ് മീ. ഐ എം യു ടീച്ചർ അർച്ചന. അപ്പോൾ നമ്മുടെ ടാക്സിൻ്റെ ഇൻകം ടാക്സിലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നോർമലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഇയർ തന്നെയാണ് നമ്മൾ ടാക്സ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4 കേസിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഇയറിലല്ല അതിനെ ടാക്സ് ചെയ്യുക, അല്ലേ? ആ കേസസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതെന്തൊക്കെയായിരുന്നു? ഒന്ന്, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇവിടെ ട്രാൻസ്ഫർ നടന്നത്, ശരിക്കുമുള്ള ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവുക എപ്പോഴായിരിക്കും? ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിൽക്കുമ്പോഴായിരിക്കും. പക്ഷേ ക്യാപിറ്റൽ അസറ്റിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ കൺവേർഷൻ നടന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലേ? അവിടെയാണ് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിൽ ഉണ്ടാവുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിൻ്റെ നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത കേസ് എന്ന് പറയുന്നത് കമ്പൽസറി അക്വിസിഷൻ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ടേം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കമ്പൽസറി അക്വിസിഷൻ ഇസ് ഓൾസോ ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ, അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്, ഏത് ഇയറിലാണ് ടാക്സേഷൻ, എന്താണ് അതിൻ്റെ കോമ്പൻസേഷൻ എന്തായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോർമലി ക്യാപിറ്റൽ ഗെയിൻ എന്താണ് ടാക്സ് ചെയ്യുക? ടാക്സ്ഡ് ഇൻ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ. ബട്ട് ഇൻ കേസ് ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് കോമ്പൻസേഷൻ ഇസ് റിസീവ്ഡ്. കോമ്പൻസേഷൻ റിസീവ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ടാക്സബിലിറ്റി വരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്ന ഇയറിലാണ് നമുക്ക് എന്ത് വരിക? ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്യുന്നത്. അല്ലാതെ ട്രാൻസ്ഫർ നടന്ന ഇയറിലാണ് നമുക്ക് ഗെയിൻ അറൈസ് ചെയ്യുന്നത്, അല്ല, സോറി, ടാക്സബിലിറ്റി വരുന്നത് അല്ല. നമ്മൾ അക്വയർ ചെയ്ത്, അതായത് 2000 എൻ്റെ ഒരു ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിക്കുക. പക്ഷെ എനിക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുള്ളത് 2015 സോ എൻ്റെ ടാക്സബിൾ ഇൻകം ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴാണ് ഞാൻ ടാക്സ് ചെയ്യേണ്ടത്? 2015. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഏത് ഇയറിലാണോ നമുക്ക് കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് ആ ഇയറിലായിരിക്കും നമ്മൾ ടാക്സ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിന് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ urban agro land. ദാറ്റ് മീൻസ് അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന, അതായത് കമ്പൽസറി അക്വിസിഷനിലൂടെ നമ്മുടെ ഗവൺമെൻറ് പിടിച്ചെടുക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് urban agro ലാൻഡ് ആവാൻ പാടില്ല. അങ്ങനെ ആഗ്രോ ലാൻഡ് ആണ് കമ്പൽസറിലി ഗവൺമെൻറ് അക്വയർ ചെയ്തതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്യില്ല എന്നതാണ് ആലോചിക്കേണ്ടത്. സോ കമ്പൽസറി അക്വിസിഷൻ നടക്കേണ്ടത് എന്ത് ക്യാപിറ്റൽ അസറ്റിൻ്റെ മുകളിലാണ്? അതർ ദാൻ ആഗ്രോ urban ലാൻഡ്. ക്ലിയർ? അപ്പോൾ ഇതെന്താണ്? Consideration of transfer is to be determined or approved by the central government or RBI. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ അല്ലെങ്കിൽ RBI അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ കോമ്പൻസേഷൻ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് 2 തരത്തിലുള്ള കോമ്പൻസേഷൻ ഉണ്ടാവും. ഒന്ന് ഇനീഷ്യൽ കോമ്പൻസേഷനും ഒന്ന് എൻഹാൻസ്ഡ് കോമ്പൻസേഷനും. എന്താണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പം സപ്പോസ് എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നറിയോ? അക്വയർ ചെയ്തു. 2000 അക്വയർ ചെയ്തു. 2000 അക്വയർ ചെയ്തിട്ട് എനിക്ക് കോമ്പൻസേഷൻ കിട്ടുന്നത് 2015. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്, ഞാൻ ഒരു അന്ന് 2000 ഞാനൊരു 20 lakhs ആ പ്രോപ്പർട്ടിയിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവർ 5 lakhs ആകെ കോമ്പൻസേഷൻ തന്നിട്ടുള്ളൂ 2015. ഓക്കെ, സോ 2015 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 5 lakh ഞാൻ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ 5 lakh കിട്ടിയാൽ പോരാ. ഞാൻ ഫൈറ്റ് ചെയ്തു, ഞാൻ കോർട്ടിൽ കേസ് കൊടുത്തു. എനിക്ക് കോമ്പൻസേഷൻ മതിയായിട്ടില്ല, എനിക്ക് ഇനിയും എൻ്റെ മാർക്കറ്റ് വാല്യൂ പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അങ്ങനെ കോർട്ടിൻ്റെ ഡിസിഷൻ വന്നു, എനിക്കൊരു 15 lakh കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് കോർട്ടിൻ്റെ ഡിസിഷൻ വന്നു 15 lakh കൂടെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഈ എക്സ്ട്രാ കിട്ടുന്ന 15 lakh, അതായത് ഫർദർ ആയിട്ട് ഞാൻ കേസ് കൊടുത്തതിൻ്റെ പുറത്ത് എനിക്ക് കിട്ടുന്ന കോമ്പൻസേഷനാണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. സോ ഇത് രണ്ടും എന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക? നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന കോമ്പൻസേഷൻ അണ്ടർ കമ്പൽസറി അക്വിസിഷനിൽ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇംപ്രൂവ്മെൻറ്റും ഒക്കെ ലെസ് ചെയ്യാനുണ്ടാവും.
അതേസമയം എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ നമുക്ക് ഉണ്ടാവുമോ? ഇല്ല. കാരണം അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള കോമ്പൻസേഷൻ, ഫസ്റ്റ് ഇനീഷ്യൽ കോമ്പൻസേഷനിൽ നമ്മൾ ഇതെല്ലാം ലെസ് ചെയ്ത് കഴിഞ്ഞു. എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീൻ്റെ മുകളിൽ നമ്മൾ കേസ് കൊടുത്തിട്ട് നമ്മൾ ഫെർദർ ആയിട്ട് ഗെയിൻ മേടിക്കുകയാണ്. അപ്പം അവിടെ നമുക്കൊന്നും കുറയ്ക്കാനുണ്ടാവില്ല, അവിടെ നമുക്ക് എന്തേ ഉള്ളൂ, ഗെയിനേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഡിഫറൻസ്. സോ ഇനീഷ്യൽ കോമ്പൻസേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോമ്പൻസേഷൻ തന്നെയായിരിക്കും. അതായത് നമുക്ക് എത്രയാണ് എമൗണ്ട് കിട്ടിയത് അത് തന്നെ, ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റും ലെസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലോങ് ടേം ആവാം, ഷോർട്ട് ടേം ആവാം. എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആയിരിക്കും. അവിടെ ക്യാപിറ്റൽ എക്സ്പെൻസ് മാത്രമേ നമുക്ക് ലെസ് ചെയ്യാനുണ്ടാവുള്ളൂ. അതായത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റിന് പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കേസ് കൊടുത്തു എന്ന്. അപ്പോൾ കേസ് കൊടുത്തതിന് അഡ്വക്കേറ്റിന് കൊടുത്തിട്ടുള്ള ചാർജ് ഫീസ് എന്ന് പറയുന്നത് എൻ്റെ എക്സ്പെൻസ് ആണ്. എനിക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇവിടെയും എനിക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും ലെസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എനിക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും ലെസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഗെയിൻ കിട്ടും. അത് ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില സമയത്ത് നമുക്ക് പാർഷ്യലായിട്ട് കിട്ടും. അതായത് നമുക്ക് ഫുൾ വാല്യൂ കൺസിഡറേഷൻ, അതായത് എനിക്ക് ഈ 5 ലക്ഷത്തിൽ ആദ്യം ഞാൻ 2014 എനിക്ക് അവരൊരു 2 ലക്ഷം തന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് 2015 ബാക്കിയുള്ള 3 ലക്ഷം തന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ 5 ലക്ഷം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? 2014 2015 അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ റിസീവബിൾ. ടോട്ടൽ കൺസിഡറേഷൻ, അതായത് ടോട്ടൽ കോമ്പൻസേഷൻ, അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. എൻ്റെ കേസിൽ എനിക്ക് 5 ലക്ഷം ആദ്യം എനിക്ക് ഇനീഷ്യൽ കോമ്പൻസേഷൻ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഞാൻ എപ്പോഴാണ് ഫസ്റ്റ് അത് റിസീവ് ചെയ്യുന്നത്, അത് ഫുള്ളായിട്ടാവാം അല്ലെങ്കിൽ പാർഷ്യലായിട്ടാവാം. വൺസ് ഞാൻ എപ്പോഴാണോ ഫസ്റ്റ് അത് റിസീവ് ചെയ്യുന്നത് അന്നേ ദിവസം ആ ഇയറിൽ തന്നെ ഞാൻ എൻ്റെ ഫുൾ അവർ എനിക്ക് അനുവദിച്ചിട്ടുള്ള കോമ്പൻസേഷൻ മുഴുവൻ ഞാൻ ടാക്സ് ചെയ്യണം. അതായത് 5 lakhും ഞാൻ 2014 തന്നെ എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യണം. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം നല്ലോണം ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇവിടെ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ, കോമ്പൻസേഷൻ റിസീവ്ഡ് ഓർ റിസീവബിൾ എന്നാണ് ടേം. ഫുൾ, അതായത് ടോട്ടൽ കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ, ടോട്ടൽ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻകം ടാക്സിലെ ഓരോ ടേമിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ടോട്ടൽ കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ റിസീവബിൾ എന്നാണ് പറയുന്നത്. അതായത് ടോട്ടൽ കോമ്പൻസേഷന് നമ്മൾ ടാക്സ് ചെയ്യണം. എപ്പോൾ? നമ്മൾ വൺസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ. അതിൻ്റെ ബാലൻസ് റിസീവബിൾ ആണെങ്കിലും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല. വൺസ് നമ്മൾ ഏത് ഇയറിലാണോ അതിൻ്റെ പാർട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത് അത് നമ്മൾ ഫുള്ളായിട്ട് ടാക്സ് ചെയ്യണം. ക്ലിയർ? അടുത്തത് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. നോർമലി നമ്മുടെ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്. എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടാക്സബിൾ എന്ന് പറയുന്നത് ഇൻ ദ ഇയർ വെൻ സച്ച് കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ ഓർ പാർട്ട് ദെയർ ഓഫ് ഇസ് ഫസ്റ്റ് റിസീവ്ഡ്. ആദ്യം എപ്പോൾ റിസീവ് ചെയ്യുന്നു, ഒന്നെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ, അതായത് 5 ലക്ഷത്തിൽ എനിക്ക് ഒരു 2 ലക്ഷം 2014 തന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ടാക്സബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദ ഹോൾ എമൗണ്ട് 5 lakhs ഇൻ ദ ഇയർ 2014 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2014 ഞാൻ ഫുള്ള് ടാക്സ് അടയ്ക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടേംസ് വായിക്കണം. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ടിൽ ദ ഇയർ ഓഫ് കമ്പൽസറി അക്വസിഷൻ. അതായത് 2000 എനിക്ക് എൻ്റെത് അക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പം എപ്പോഴാണോ നമ്മുടെ കമ്പൽസറി അക്വയർ ചെയ്യുന്നത് അതുവരെ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ, അക്വസിഷൻ അതായത് CII കാണാൻ പറ്റത്തുള്ളൂ. ഇൻഡെക്സേഷൻ എനിക്ക് അതോടെ എൻ്റെ ഇൻഡെക്സേഷൻ കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റില്ല. അതാണ് മീനിങ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ്റെയും കൂടെ നമുക്ക് ടാക്സ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. എന്താണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ പറയുന്നത്? സെയിൽസ് കൺസിഡറേഷൻ, ടോട്ടൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഓർ റിസീവ്ഡ്. നേരത്തെ പോലെ തന്നെ എത്രയാണോ നമ്മൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്നത് അത് തന്നെ. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആണെങ്കിൽ യൂഷ്വലി നമുക്ക് എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞു ഇല്ലായിരിക്കുമെന്ന്. ടാക്സബിൾ ഇൻ ദ ഇയർ വെൻ സച്ച് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ ഇസ് റിസീവ്ഡ്. എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് അപ്പം മാത്രമേ നമുക്ക് ടാക്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? നേച്ചർ ഓഫ് ഗെയിൻ ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ
ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം. ആസ് ഇൻ കേസ് ഓഫ് ഇനീഷ്യൽ കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അങ്ങനെ വേറെ ഒന്നുമില്ല ഇതിൽ ആകെ എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ ആലോചിക്കേണ്ടത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇംപ്രൂവ്മെൻറ്റും കോസ്റ്റ് ഓഫ് അക്വസിഷനും നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസ് ലെസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ലെസ് ചെയ്ത് പോയത് കൊണ്ട് എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ നമുക്ക് ഫർദർ ആയിട്ട് പിന്നെയും ലെസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിലൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇൻ കേസ് ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്താണെന്ന് അറിയോ? നമ്മളിപ്പം 2000 അക്വയർ ചെയ്തത്, എനിക്ക് 2015 തന്നു, എനിക്ക് അത് മതിയായിട്ടില്ല, എനിക്ക് പിന്നെ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ സാങ്ഷൻ ആവുന്നത് 2020 വിചാരിക്കുക. സോ ഇത്ര ഒരു ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എമൗണ്ടിൻ്റെ ലോസ് ഉണ്ടല്ലേ. ശരിക്കും നമ്മുടെ കയ്യിൽ 2000 കിട്ടുന്ന 20 lakhും 2020 കിട്ടുന്ന 20 lakhിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇൻഫ്ലേഷൻസ് ഒരുപാട് ഉണ്ടാവും. സോ അതിന് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കിട്ടും. അത് നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യില്ല, അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സ് ചെയ്യുക. സോ ഞാൻ എല്ലാം കൂടെ ഒന്ന് സമപ്പ് ചെയ്ത് തരാം. കമ്പൽസറി അക്വസിഷൻ്റെ കേസിൽ എങ്ങനെയാണ് ടാക്സബിലിറ്റി? കമ്പൽസറി അക്വസിഷൻ ചെയ്യുന്ന സമയത്ത് കോമ്പൻസേഷൻ എപ്പോൾ റിസീവ് ചെയ്യുന്നു അപ്പോഴാണ് നമ്മൾ ടാക്സ് ചെയ്യുക. പോയിന്റ് നമ്പർ 1. ഓക്കെ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്തായിരിക്കും? വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണോ നമുക്ക് കോമ്പൻസേഷനിൽ കിട്ടിയിട്ടുള്ളത് അതായിരിക്കും. ക്ലിയർ? ഇൻഡെക്സേഷൻ നമുക്ക് എപ്പോഴേ കിട്ടത്തുള്ളൂ, എത്ര വരെ കിട്ടത്തുള്ളൂ? നമുക്ക് എപ്പോഴാണോ നമ്മുടെ അക്വസിഷൻ നടന്നത് അതുവരെ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? പിന്നെ എന്താണ് നമ്മൾ പഠിച്ചു കോമ്പൻസേഷൻ എപ്പോഴാണ് ഫസ്റ്റ് റിസീവ് ചെയ്യുന്നത് അത് ഫുള്ളി റിസീവ് ചെയ്യണം. എന്ത് ചെയ്യുക? പാർട്ട് ഓഫ് ദി പേയ്മെൻറ്റ് റിസീവ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഫുൾ എമൗണ്ട് എപ്പോഴാണോ ഫസ്റ്റ് റിസീവ് ചെയ്തത് ആ വർഷം തന്നെ ഫുൾ എമൗണ്ട് നമ്മൾ ടാക്സ് ചെയ്യണം. ക്ലിയർ? ഇതൊക്കെയാണ് നമ്മുടെ റിലേറ്റഡ് ടു കമ്പൽസറി അക്വസിഷൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പ്രോബ്ലം ചെയ്യണം. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എല്ലാം ക്ലിയർ ആവും. പിന്നെ ഒരു കാര്യം, ഞാൻ തരുന്ന പ്രോബ്ലംസ് നിങ്ങൾ കണ്ടിട്ട് എന്തൊരു ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡിഫിക്കൽട്ടി വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മാക്സിമം ഡിഫിക്കൽട്ട് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ വെരി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. പക്ഷെ ഞാൻ തരാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നു കഴിയുമ്പം നിങ്ങൾ നമ്മുടെ ഇതിനെ വളരെ സിംപ്ലിഫൈ ആയിട്ട് കാണും. സിമ്പിളാണ്, പക്ഷെ നമ്മളൊരു സാധനത്തിൻ്റെ എല്ലാം എക്സ്ട്രീം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് മാക്സിമം ഇത്രയും ഇതിനകത്ത് ഡിഫിക്കൽട്ട് വരാനുള്ളൂ. അപ്പം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡിഫിക്കൽട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഫിയർ ഉണ്ടാവുമോ? ഇല്ല. കാരണം നിങ്ങൾക്കൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിരിക്കില്ലേ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത പോലത്തെ പ്രോബ്ലമാണ് എന്നുള്ളത് നിങ്ങൾക്ക് വരും. പിന്നെ നമ്മൾ പ്രോബ്ലം വെരി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കുന്നത്, അല്ലാതെ ഒന്നും ഈവൻ വർക്കിംഗ് നോട്ട് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം കണ്ടിട്ട് സോ ഡിഫിക്കൽട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കാൻ പാടില്ല. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇതിൻ്റെ എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. എല്ലാ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് വരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ വായിക്കുന്ന ഓരോ വേർഡും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം വായിക്കാൻ. അത്രയേ ഉള്ളൂ ഇവിടെ പ്രശ്നം. ഓക്കെ, അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ ഈവൻ ഈ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാൻ പോകുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇത് നമ്മുടെ നമ്മുടെ ക്ലാസ് പോസ് ചെയ്യുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്തോ. കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. നിങ്ങൾ ആരെങ്കിലും ബോധിപ്പിക്കണോ? ഇല്ല അല്ലേ. നിങ്ങളുടെ സ്വയം നിങ്ങൾ കൺവിൻസ് ചെയ്യണം അല്ലേ. നിങ്ങളോട് ആൻസറബിൾ ആണ് അല്ലേ. അപ്പം ഇങ്ങനെ പഠിച്ചു കഴിയുമ്പം നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആൻസറിലോട്ട് ഞാൻ എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അതിനുശേഷം എൻ്റെ ക്ലാസ് കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തതെന്നുള്ളത് ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് സെയിം പ്രോബ്ലം ഒരു 1 or 2 or 3 ടൈംസ് ചെയ്ത് നോക്കുക. മാക്സിമം ഇത്രയും ഡിഫിക്കൽട്ടി വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എക്സാമിന്. ഇതിൻ്റെ ചെറിയ പ്രോബ്ലംസ് ചിലപ്പോൾ സെയിം പ്രോബ്ലം വരാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യുക. ഒരു പ്രാവശ്യമല്ല ഒരു പ്രോബ്ലത്തിന് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഒരു 1 or 2 or 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ്, അതായത് കമ്പൽസറി അക്വസിഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. ഓക്കെ. Sunil has a house property acquired on 7/7/1995 for 3 lakh. He incurred improvement expenditure on such property 70,000 on 16/8/2000 and 50,000 on 17/7/2010. Market value of such property as on 1/4/2001 rupees 4,50,000. On 16/8/2013, such property is compulsorily acquired by the government and compensation decided at 11,50,000. 20% of the compensation received on 31/3/2020 and balance on 2/4/2020. On further appeal on 16/8/2020, enhanced compensation is declared by government 2 lakh. Expenditure incurred to get enhanced compensation is 11,000. Such compensation received on 18/8/2011. Compute income under the head capital gain of Sunil for the assessment year 2020-21, 21-22, 22-23. സോ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അയ്യോ ഇത് എത്ര ഇയറിലെ ഇതാണ് ചെയ്യാനുള്ളതെന്നൊന്നും വിചാരിക്കേണ്ട. ക്വസ്റ്റ്യൻ കറക്റ്റാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. സോ നിങ്ങൾ ടേംസ് ആലോചിക്കുക. നമ്മൾ മുമ്പേ പഠിച്ച കുറച്ച് ടേംസ് മാത്രം നമ്മളിവിടെ ആലോചിച്ചാൽ മതി. അതായത് ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എന്താണോ കമ്പൽസറി അക്വിസിഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിനെ നന്നായി പഠിക്കുക. അതിനുശേഷം ഈ പ്രോബ്ലത്തിലേക്ക് ഇരിക്കാം. സോ നമ്മുടെ വർക്കിംഗ് നോട്ടൊക്കെ ഇവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 2020-21 കമ്പ്യൂട്ടേഷൻ കാണണം. ഓക്കെ. അപ്പം അത് കാണണമെങ്കിൽ നമുക്ക് വർക്കിംഗ് നോട്ട് ആദ്യം കമ്പ്യൂട്ടേഷൻ ഒക്കെ വിടൂ. നമുക്ക് ആദ്യം ഈ ഇൻഫർമേഷൻ എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ടിലേക്ക് മാറ്റാം. ഓക്കെ. ഞാൻ മാർക്ക് ചെയ്തത് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടുള്ളൂ. സോ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. കോസ്റ്റ് അക്വയർഡ് എന്നാണ് എഴുതിപ്പോയത്. ആക്ച്വലി ഇറ്റ്സ് അസെറ്റ് അക്വയർഡ്. ഓക്കെ. അസെറ്റ് അക്വയർഡ് ഓൺ 7/7/1995. 7/7/1995. 7/7/1995 3 ലാഖിനായിരുന്നു ഈ അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ? മാർക്കറ്റ് വാല്യൂ ഓഫ് 1/4/2001 ഇസ് 4,50,000. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ക്ലിക്ക് ആവണം. 1995 ആണ്, ബിഫോർ 2001 ആണ്. സോ വി നീഡ് ടു കൺസിഡർ ദ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 ഓഫ് ദി അസെറ്റ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 4,50,000. സോ വിച്ച് എവർ ഇസ് ഹയർ 4,50,000. സോ 4,50,000 ആണ്. അസെറ്റ് അക്വയർ ചെയ്തത് 1995 ഇവിടെ കമ്പൽസറി അക്വസിഷൻ നടന്നിട്ടുള്ളത്, നമ്മുടെ കമ്പൽസറി അക്വസിഷൻ നടന്നിട്ടുള്ളത് എപ്പോഴാണെന്ന് പറയുന്നുണ്ട്. 16/8/2013 അക്വസിഷൻ നടന്നിട്ടുള്ളത്. സോ അക്വയർ ചെയ്തത് അതാണ് അന്നാണെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ട്രാൻസ്ഫർ ഒക്കേർഡ് ഓൺ വെൻ? ട്രാൻസ്ഫർ ഒക്കേർഡ് ഓൺ 16/8/2013. ഓക്കെ. അപ്പം നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ്, അതായത് 1995 വാങ്ങിച്ച സാധനം 2013 ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അക്വയർ ചെയ്യുന്നത്, കമ്പൽസറി അക്വസിഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പം അത് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ 2013 ട്രാൻസ്ഫർ ആകുന്നത്. സോ ഇറ്റ്സ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് വി ഷുഡ് കൺവേർട്ട് ദം ഇൻ ടു ഇൻഡെക്സേഷൻ അല്ലേ? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത് അറിയാലോ. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻറ്റു CII ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ CII ഇയർ ഓഫ് അക്വസിഷൻ. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇവിടെ നമ്മൾ ഹയർ ആണ് എടുത്തത് 4,50,000 ഇൻറ്റു CII ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ട്രാൻസ്ഫർ ഒക്കർ ചെയ്തത് എപ്പോഴാണോ നമ്മുടെ അക്വസിഷൻ, അതായത് കമ്പൽസറി അക്വസിഷൻ എന്ന് നടന്നോ അന്ന് നമ്മളെ ട്രാൻസ്ഫർ നടന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? സോ ട്രാൻസ്ഫർ ഇയർ ഏതാണ്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഇയർ ഏതാണ്? 2013 അല്ലേ? 7 നമ്മുടെ അക്വസിഷൻ നടന്നിട്ടുള്ളത്
16/8/2013 ആണ് അല്ലേ. സോ ഇറ്റ് ബിലോങ്ങിങ്സ് ടു ദിസ് 16/8/2013 is belonging to which financial year? 13-14 financial year. So നമ്മുടെ CII of 13-14 ഏതാണ്? 220 അല്ലേ? 220 അല്ലേ? 220 ആണ് CII of year of transfer. CII of year of transfer 220. CII of year of acquisition നമ്മൾ 100 എടുക്കും. എന്തുകൊണ്ടാണ് അക്വയർ ചെയ്തത്? 1995 which is before 2001. Before 2001 ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? ബേസ് എടുക്കും അല്ലേ? 100 എടുത്തു. സോ നമുക്ക് എമൗണ്ട് കിട്ടി. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ 9,90,000. ഓക്കെ, ഇനി എന്താണ് നമ്മൾ അതിനകത്ത് പറയുന്നത്? അപ്പം നമ്മുടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസ് എടുക്കാം. ഇംപ്രൂവ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ സച്ച് പ്രോപ്പർട്ടി 70,000 on 16/8/2000 and 50,000 on 17/7/2010. ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ബിഫോർ 2001 ഇസ് നോട്ട് ടേക്കൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപ്രൂവ്മെൻറ്റ് 2001 മുമ്പേ ആണ് നമ്മൾ നടത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ 2 ഇംപ്രൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് 2000-ലും ഒന്ന് 2010-ലും. 2000 വന്നിട്ടുള്ള 70,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ 70,000 നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? നമുക്ക് ഈ 50,000 മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 50,000. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 50,000 ഇൻറ്റു CII ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ 220 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ CII ഓഫ് ഇയർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ ഇംപ്രൂവ്മെൻറ്റ് 2010-ലാണ് നടന്നിട്ടുള്ളത്. വിച്ച് മന്ത്? 7/10. ദാറ്റ് മീൻസ് 10/11 ആണ് നമ്മുടെ CII ഇയർ എന്ന് പറയുന്നത്. 167. സോ ഡിവൈഡഡ് ബൈ 167 കം 65,868 അല്ലേ? ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അല്ലേ? സോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമുക്കിപ്പം ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഫെർദർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ്. ഇതുവരെ ഉള്ളതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. ഓക്കെ. On 16/8/2013, such property is compulsorily acquired by the government and compensation decided at 11,50,000. So, compulsory acquisition നടന്നു, ട്രാൻസ്ഫർ നടന്നു 16/8/2013. നമ്മൾ പഠിച്ചു എപ്പോഴാണ് നമ്മുടെ ടാക്സബിലിറ്റി വരുന്നത്? ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. നമ്മുടെ ടാക്സബിൾ എപ്പോഴാണ് വരിക? നമുക്ക് ഇൻ ദ ഇയർ when such സോറി അത് ഞാൻ എൻഹാൻസ്ഡിൻ്റെയാണ് വായിക്കുന്നത്. നമുക്ക് ഇനീഷ്യൽ കോമ്പൻസേഷൻ്റെ നോക്കാം. ഇനീഷ്യൽ കോമ്പൻസേഷൻ്റെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ടാക്സബിൾ എപ്പോഴാണ്? ഇൻ ദ ഇയർ വെൻ സച്ച് കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ ഓർ പാർട്ട് thereof is first received. ഫസ്റ്റ് എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ ടാക്സ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യനിൽ മനസ്സിലാവും 20% of the compensation 20% of the compensation received on 31st March 2000 and balance on 2/4/2020. സോ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പൻസേഷൻ റിസീവ് ചെയ്തതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് കോമ്പൻസേഷൻ റിസീവ്ഡ് 31st March 2020 ഉണ്ട്. പിന്നെ എപ്പോഴാണ് ഒരു ഡേറ്റിലും കൂടെ ബാലൻസ് റിസീവ് ചെയ്തിട്ടുണ്ട് 2/4/2020 അല്ലേ? 2/4/2020. നമ്മുടെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്തായിരുന്നു? എപ്പോഴാണോ കോമ്പൻസേഷൻ ഫസ്റ്റ് റിസീവ് ചെയ്യുന്നത്, എത്രയാണോ എമൗണ്ട്, അത് ഇനീഷ്യലി റിസീവ് ചെയ്താലും പാർട്ട്ലി റിസീവ് ചെയ്താലും ഫുള്ളി റിസീവ് ചെയ്താലും ഫസ്റ്റ് ഇയറിൽ എത്രയാണോ റിസീവ് ചെയ്യുന്നത് ഫുൾ എമൗണ്ട്, ദാറ്റ് മീൻസ് 11 lakh. ഹൗ മച്ച് വാസ് ദി കോമ്പൻസേഷൻ? 11,50,000 അല്ലേ? 11,50,000 will be taxable in the year
1920 itself. ഇവിടെ നമുക്ക് ഇതിൽ ഒരു 20% റിസീവ് ചെയ്തു. അപ്പോൾ 20% മാത്രമേ ഈ 1920 റിസീവ് ചെയ്യുന്നു, ടാക്സ് ചെയ്യുന്നു എന്നാണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇല്ല. ഇനീഷ്യലി നമ്മൾ എപ്പോഴാണോ നമ്മൾ റിസീവ് ചെയ്യുന്നത്, അത് പാർട്ടായിക്കോട്ടെ ഫുൾ ആയിക്കോട്ടെ, ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. സോ 11,50,000 നമ്മൾ ഏത് വർഷം തന്നെ ടാക്സ് ചെയ്യും? 1920 തന്നെ നമ്മൾ ടാക്സ് ചെയ്യും. ഇവിടെ ഈ ബാലൻസ് ആയിട്ടുള്ള അതായത് ഇവിടെ 20% റിസീവ് ചെയ്യും, അതിൻ്റെ ബാലൻസ് ഇവിടെ റിസീവ് ചെയ്യുന്ന, അതായത് 80% നമ്മൾ 2021 റിസീവ് ചെയ്യുന്നത് അല്ലേ? ഇൻ ദ പ്രീവിയസ് ഇയർ 2021 നമ്മൾ റിസീവ് ചെയ്യുന്നത്. പക്ഷെ അതിന് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രകാരം ഇതിന് ഒരു റെലവൻസും ഇല്ല. നമ്മൾ എപ്പോഴാണോ ഈ 11,50,000 എമൗണ്ടിൻ്റെ എന്തെങ്കിലും, അതിനി ഒരു 10,000 ആണെങ്കിൽ പോലും ഏത് വർഷമാണോ നമ്മൾ റിസീവ് ചെയ്തത് ആ വർഷം നമ്മൾ ഫുൾ എമൗണ്ടും ടാക്സ് ചെയ്യണം. ക്ലിയർ? സോ നമ്മുടെ acquired property എന്ന് പറയുന്നത്, so acquired on 16/8/2013 means transfer occurred, full value of consideration 11,50,000. Though the property was compulsory acquired by the government in the previous year 13-14, but the compensation was received in the previous year 1920. Therefore, the amount shall be taxable in the previous year 1920. However, indexation benefit shall be available till the previous year 13-14. നമ്മൾ റിസീവ് ചെയ്യുന്നത് 1920 എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിങ്ങൾ എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടേം ക്യാപ്, ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പോയിന്റ്സ് തലയിൽ വേണം. ഇൻഡെക്സേഷൻ നിങ്ങൾ എന്തെടുക്കരുത്? 1920 ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. ട്രാൻസ്ഫർ വന്നിട്ടുള്ളത് 13-14 സോ 13-14 CII തന്നെ എടുക്കണം. ഇവിടെ നമ്മൾ ടാക്സബിൾ എപ്പോഴാണ്? നമ്മൾ റിസീവ് ചെയ്യുമ്പം എന്നുള്ളതിന് മാത്രമേ, ഏത് വർഷം നമ്മൾ ടാക്സ് കൊടുക്കണമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ കാൽക്കുലേഷനും കമ്പ്യൂട്ടേഷൻ പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ ദി ട്രാൻസ്ഫർ അല്ലെ? ട്രാൻസ്ഫർ ദ ഒക്കറൻസ് ഓഫ് ദി ട്രാൻസ്ഫർ അല്ലെ? ഒക്കർ ചെയ്തത് 13-14 അതായത് ഇൻഡെക്സേഷൻ നമുക്ക് ടിൽ 13-14 വരെ കിട്ടത്തുള്ളൂ. നമുക്ക് 1920 ഒരു ഇൻഡെക്സേഷനും ഒരു കാൽക്കുലേഷനും ഇല്ല. അവിടെ നമ്മൾ എന്താണ്? ആ വർഷമാണ് നമ്മൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ 1920 നമ്മുടെ കമ്പ്യൂട്ടേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് സെയിൽസ് കൺസിഡറേഷൻ 11,50,000 ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ ഒന്നുമില്ല. നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ 11,50,000 തന്നെ. ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു 9,90,000. ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 65,868. സോ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് 10,55,868 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ടി വരും. നമുക്ക് ടാക്സബിൾ capital gain എന്ന് പറയുന്നത് 94,132 is our taxable capital gain എന്ന് പറയുന്നത് in the assessment year 2021. സോ ഇത് നമ്മൾ ഏത് വർഷത്തെ ഇൻകത്തിൻ്റെ മുകളിലാണ് കണ്ടുപിടിച്ചത്? in the previous year 1920. ഓക്കെ, അങ്ങനെ അത് നമ്മളത് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഈ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പോർഷനാണ്. നമ്മൾ ഇതുവരെയുള്ള ഇത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ ഈ ഇയറിന് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഉണ്ട്. എവിടെയാണ് പ്രസക്തി വരുന്നത്? നമ്മളോട് 21-22 എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? ലയബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 21-22 അയാൾ എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം 22-23 ഇതും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 2 വർഷത്തിലും എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ 2021 റിസൾട്ട് ഇത്രയാണ്, നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. അടുത്തത് ഓൺ ഫർദർ അപ്പീൽ ഓൺ 16/8/2020 എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഇസ് ഡിക്ലയർഡ് ബൈ ദി ഗവൺമെൻറ് ഇസ് 2 lakh. ഞാൻ നേരത്തെ ഓൾറെഡി വായിച്ചതാണ്. നമ്മൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ്റെ കമ്പ്യൂട്ടേഷനാണ് അടുത്തത് കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ്റെ കമ്പ്യൂട്ടേഷൻ കാണുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് ഏത് ഇയറിലാണ്? 18/8/2021 റിസീവ് ചെയ്യുന്നത് അല്ലേ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. സോ ഇത് ഏത് ഇയറിലാണ് ടാക്സബിൾ ആവുന്നത്? നമ്മുടെ ഏത് ഇയറിലാണ് ഇത് ടാക്സബിൾ ആവുന്നത്? ഏത് ഇയറിലായിരിക്കും നമ്മൾ ടാക്സബിൾ ആവുക? നമ്മളത് ടാക്സബിൾ ആവുന്നത് 18/8/2021 റിസീവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 2021 2021
ടു 2022. ഈ ഇയറിലാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് അല്ലേ? റിസീവ്ഡ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഓഫ് 2 lakh ഇൻ ദിസ് ഇയർ അല്ലേ? അപ്പോൾ ടാക്സബിലിറ്റി എപ്പോഴായിരിക്കും? ഇൻ ദി അസസ്മെൻറ്റ് ഇയർ 2022-2023. ക്ലിയർ ആണല്ലോ? 2022 to 23 2022 to 23 അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നമ്മൾ എപ്പോഴാണ് ഈ അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ ടാക്സ് ചെയ്യുക. ബിക്കോസ് ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ അല്ലേ? ഇത് ഈ ഇയറിൽ ഇൻകം ഏൺ ചെയ്ത ഈ ഇയറിലാണ് നമ്മൾ ടാക്സ് കൊടുക്കുക ഇല്ല. സോ ഈ അസസ്മെൻറ്റ് ഇയറിൽ ഈ ഇയറിൽ ഇൻകം പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്തതിന് മുകളിൽ നമ്മൾ ആ ടാക്സ് കൊടുക്കണം. സോ നമ്മുടെ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് എത്രയാണ്? 2 lakh ആണ് അല്ലേ? 2 lakh അല്ലേ നമ്മൾ റിസീവ് ചെയ്തത്? 2 lakh ആണ്. ഈ 2 lakh നമ്മൾ എപ്പോൾ ടാക്സ് കൊടുക്കണം? 2022-23 നമ്മൾ എന്ത് കൊടുക്കണം? അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കണം ഈ എമൗണ്ടിൻ്റെ മുകളിൽ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, 2 lakh expenditure incurred to get enhanced compensation 11,000. Such compensation received on 18/8/2021. Compute income under the head capital gain of Sunil for the assessment year 2021. നമ്മൾ കണ്ടുപിടിച്ചു. 21-22 അസസ്മെൻറ്റ് ഇയറിൽ നമുക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടായിരുന്നോ? 21-22 അസസ്മെൻറ്റ് ഇയർ ആവുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ വരുന്നത് എപ്പോഴായിരിക്കും? 2021 ആയിരിക്കും അല്ലേ? പ്രീവിയസ് ഇയർ 2021 നമുക്ക് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാം. Computation of capital gain of Mr. Sunil for the assessment year 21-22. As the SSC has not received enhanced compensation during the previous year 2021, hence nothing is taxable in the year. അവിടെ ഒരു ടാക്സിബിൾ വെറുതെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ക്വസ്റ്റ്യൻ നമ്മളത് പക്ക ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ആൻസറും ഭയങ്കര എളുപ്പമായിരിക്കും ചെയ്യാൻ. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അത് പക്ക കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 2021 നമുക്ക് ടാക്സബിലിറ്റി ഇല്ല. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓഫ് മിസ്റ്റർ സുനിൽ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 22-23. ഓക്കെ, 22-23. അപ്പം 22-23 ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻകം വരിക. 22-23 നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇൻകം 21-22 ഇൻകം ആണ് എടുക്കുക. ഇവിടെ 8/2021 നമ്മൾ 2 lakh റിസീവ് ചെയ്യുന്നത്. സോ സെയിൽസ് കൺസിഡറേഷൻ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 2 lakh ആണ്. നമുക്ക് എക്സ്പെൻസ് ഇൻകേർഡ് ആയിട്ടുണ്ട് 11,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,89,000. നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 1,89,000 ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മളിവിടെ കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്യാത്തത്? കാരണം നമുക്ക് എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ ഇത് രണ്ടും ലെസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? അതിനൊരു കറക്റ്റ് റീസൺ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ കോമ്പൻസേഷനിൽ നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞു. എൻഹാൻസ്ഡ് കോമ്പൻസേഷനിൽ പിന്നെ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പ്രോബ്ലം. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എപ്പോഴും ഈ പ്രോബ്ലത്തിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊരു 1 or 2 times വർക്കൗട്ട് ചെയ്യുക. മാക്സിമം ഡിഫിക്കൽട്ടി ഇതിൽ നിന്ന് ഇനി വരാനില്ല. മാക്സിമം ഇത്രയും നിങ്ങളോട് ചോദിക്കത്തുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരില്ല. അതെൻ്റെ എൻ്റെ ഷുവറിറ്റിയാണ്. ഞാൻ എന്തായാലും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ ഡിഫിക്കൽട്ടി ആയിട്ട് ഒന്നും വരില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.